ഇന്നലെ കലക്ടർ ചോദിച്ചിന് സർക്കാർ പറയും പോലെ ജനങ്ങൾ കേൾക്കേണ്ടത്, ജനങ്ങൾ പറയും പോലെയാണ് സർക്കാർ കേൾക്കേണ്ടത്. ജനങ്ങൾ ഉണ്ടാക്കുന്നതാണ് സർക്കാരുകൾ. ഇപ്പം ഞാനായാലും 15 വർഷം മെമ്പറായത് എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തോണ്ടല്ലേ. ഞാനൊരു സുപ്രഭാതത്തിൽ ഞാൻ മെമ്പറാന്ന് പറഞ്ഞിട്ട് പോയി നിന്നല്ലോ. സർക്കാരിൻ്റെ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വളരെ സിമ്പിളായിട്ട് വളരെ തന്ത്രപരമായിട്ട് നാടകീയമായിട്ട് ഒരു യുവകൊള്ള നടത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അഴിമതി നടന്നത്. അവരെ ഭീഷണിപ്പെടുത്തി അവരെ ജയിലിലടക്കുമെന്ന് പറഞ്ഞ് ചവിട്ടിക്കൂട്ടി മണ്ണിൽ താഴ്ത്തുന്ന വരെ ഇവിടെയുള്ള CI ഇവിടെയുള്ള സാധാരണ പ്രവർത്തകരെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിൽ കയറിയിട്ട് അർദ്ധരാത്രിയാണെങ്കിൽ വീട്ടിൽ കയറി നിങ്ങളെല്ലാവരും ഞാൻ പിടിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളെ മുഴുവൻ ഞങ്ങളെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങളെ ജീവൻ കൊടുത്തും ഈ തീരത്തെ സംരക്ഷിക്കും. ഈ തീരത്തുനിന്ന് ഒരു തരി മണ്ണ് പോലും ഇനി ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അനുവദിക്കൂല എന്ന് ശക്തമായി തന്നെ പറയാണ്. ഇവിടുന്ന് ഒരു തരി മണ്ണ് കൊണ്ടാണെങ്കിൽ ഇവിടുത്തെ ഈ 2 കരയുള്ള ഫുള്ള് മത്സ്യത്തൊഴിലാളെ വന്നതിന് ശേഷം മാത്രം ഇവിടുന്ന് ഒരു തരി മണ്ണ് കൊണ്ടുപോകും. ഇനി സർക്കാരെല്ലാം പോലീസ് പട്ടാളം ഇറങ്ങിയാലും ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ നടന്നിട്ട് ഇവിടുത്തെ MLA ആയിട്ടുള്ള ശശീന്ദ്രൻ സർ ഇവിടെ ഇത്രയും കാലമായിട്ട് ഇവിടെ വരെ വന്ന് അന്വേഷിക്കാനോ ഇതിനെതിരെ ഒരു നടപടി എടുക്കാനോ അവർ തയ്യാറായിട്ടില്ല. പിന്നെ നമുക്കറിയാം ഇവിടെ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എത്ര വണ്ടിയുള്ളൂ, ഒരാൾ വണ്ടിയിൽ ഹെൽമെറ്റ് വെക്കാതെ പോയി കഴിഞ്ഞാൽ അത് തടയാനായിട്ട് ഇവിടുത്തെ പോലീസുകാർക്ക് കഴിയുന്നുണ്ട്. പക്ഷെ ഇത്രയും കണക്കിന് ലോറിയിൽ മണൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഒരു പോലീസുകാർ പോലും ഇതുവരെ വരാനോ അത് തടയാനോ നിന്നിട്ടില്ല. മണൽ ലോറിയിൽ കടത്തിക്കൊണ്ടു പോകുന്നത് ഏത് നിയമത്തിലാണ് ശരിയായിട്ടുള്ളതെന്ന് അറിയില്ല. പിന്നെ പോലീസുകാർ പ്രത്യേകം പറഞ്ഞു അവർ നമ്മളെ ഒരുപാട് ഉപദ്രവിക്കണം. നമ്മൾ ഇതിന്റെ മുൻ ഫസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ടീം ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് മണൽ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരെ തടഞ്ഞിട്ട് അപ്പം തന്നെ അവർ പോലീസ് വന്നു. പോലീസ് ഇവിടുത്തെ ആൾക്കാരെ ഞെട്ടിച്ചിട്ട് ഞങ്ങളെ അടിൻ്റെ വരെ തെറ്റി. 16 പേരിൽ കേസ് ഉണ്ടായിരുന്നു. കരാറ് പ്രകാരം 1600 മീറ്ററാണ് ഈ പുഴ ഡ്രഡ്ജ് ചെയ്തെടുക്കേണ്ടത്. അതിന് പകരം ഇവരെന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് റെയിൽവേ പാലത്തിന് തൊട്ടരികിൽ നിന്നും പടിഞ്ഞാറേക്ക് തുറമുഖം വരെയുള്ള ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡ്രഡ്ജിങ് ചെയ്യാൻ തയ്യാറായിരുന്നു. അതുതന്നെ ഈ 100 മീറ്റർ 140 മീറ്റർ വിസ്താരത്തിലാണ് ചെയ്യേണ്ടത്. 3.5 മീറ്റർ താഴോട്ട് മാത്രമേ ഡ്രഡ്ജ് ചെയ്ത് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആ നിബന്ധനകളെല്ലാം തന്നെ ലംഘിച്ചു. പല വിധത്തിലും ഡ്രഡ്ജ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ കരയും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിലാവുന്ന സ്ഥിതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളും ഇടിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കരഭാഗം ഇവർ ഈ ഡ്രഡ്ജിങ്ങിൻ്റെ പേര് പറയുകയും ചെയ്തുകൊണ്ട് കുഴിച്ചു മാറ്റി, എന്നിട്ട് ഈ ചെളിയും വേസ്റ്റും ഇവിടെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നല്ല മണൽ രാവും പകലും ഇല്ലാതെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എത്ര ലോഡ് ഇവിടുന്ന് കൊണ്ടുപോയി എന്നുള്ളതിന് യാതൊരു കണക്കും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല എന്നുള്ളത് വാസ്തവമാണെന്നുള്ളതാണ്. എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായ മറുപടി ഒരിടത്തുനിന്നും നമുക്ക് കിട്ടാനില്ല എന്നതാണ്. അത്തരത്തിൽ ഏറ്റവും മോശമായ പ്രവർത്തനം നടന്നിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ മണൽക്കൊള്ള എന്ന് പറയുന്ന സംഭവം തന്നെയാണ് എലത്തൂർ കോരപ്പുഴ നടന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കളക്ടർ ചേംബറിൽ നടത്തിയ മീറ്റിങ്ങിൽ അവരെല്ലാവരും ഉന്നയിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ വികസനത്തിന് എതിരാണ് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് അവിടെ അവസാനമായിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ വികസനത്തിന് ഒരിക്കലും ഈ നാട്ടുകാരും എതിരല്ല. കാരണം ഒരു സർക്കാരോ ഒരു സംവിധാനങ്ങളോ ഇല്ലാതെ സ്വയം നാട്ടുകാരും കൂടാതെ മറ്റു ക്ലബ്ബുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ സാൻഡി ട്രാക്ക് ചാലഞ്ച് പോലത്തെ ഒരുപാട് പരിപാടികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വികസനത്തിന് വേണ്ടി നമ്മൾ സ്വയം ചെയ്ത സംഗതികളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനതയെ വികസനത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മണൽക്കൊള്ളക്കാരന് വേണ്ടിയിട്ട് തീരെഴുതി കൊടുക്കുന്ന ഈ സംവിധാനത്തിൽ നിന്നും സർക്കാരും ഉദ്യോഗസ്ഥരും പിന്മാറണമെന്നും ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഇവിടുന്ന് ഒരു തരി മണൽ ഇവിടുന്ന് ഇനി കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നിട്ടേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതായത് പ്രകൃതി വിഭവം എങ്ങനെ നമ്മുടെ ബ്യൂറോക്രാറ്റുകളും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന ചില ആളുകളും കൂടി ചേർന്ന് സർക്കാരിൻ്റെ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വളരെ സിമ്പിളായിട്ട് വളരെ തന്ത്രപരമായിട്ട് നാടകീയമായിട്ട് ഒരു യുവകൊള്ള നടത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അഴിമതി നടന്നത്. കോടിക്കണക്കിന് ഞങ്ങളുടെ കണക്ക് ഏതാണ്ട് ഞങ്ങൾ നിരീക്ഷിക്കുന്നത് 30 കോടിയിലധികം ഉറുപ്പികയുടെ കൊള്ള അവിടെ നടന്നു കഴിഞ്ഞു. ആ 30 കോടി ഉറുപ്പിക ഒരു തരത്തിലും സർക്കാർ ഫണ്ടിലേക്ക് പോയിട്ടില്ല. അത് ഇവിടുത്തെ പെരുമ്പാവൂരുള്ള
അബ്ദുൽ സലീം എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റുകാരനാണ് ഈ ഫണ്ട് മുഴുവൻ പോയത്. അദ്ദേഹത്തിന് മാത്രമല്ല, ആ ഫണ്ട് പലതരത്തിലും ഞങ്ങളിപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളുടെയും കീശയിലേക്ക് ഇത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് വന്നത്. മാത്രമല്ല, ഇവിടെ ഡ്രഡ്ജ് ചെയ്യാൻ, ഈ ഭാഗത്ത് ഡ്രഡ്ജ് ചെയ്യാനുള്ള, നേരത്തെ പറഞ്ഞു ഡ്രഡ്ജ് ചെയ്യാനുള്ള യാതൊരു ഇതുമില്ല. അത് മാത്രമല്ല, ഡ്രഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ 20 മീറ്റർ അകലം വിട്ടിട്ടാണ് ഡ്രഡ്ജ് ചെയ്യേണ്ടത്. അതൊന്നും നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 മീറ്റർ പോലും വ്യത്യാസമില്ലാതെ ഡ്രഡ്ജിങ് കപ്പൽ കാണാം. ഈ മണല് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഇവിടെ കൂട്ടിയിട്ട മണൽ വരെ, ഇപ്പം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് JCB കൊണ്ടുവന്നിട്ട് കോർപ്പറേഷൻ കൂട്ടിയിട്ട മണൽ വരെ ഇവരെടുത്തുകൊണ്ടുപോയി. ഇവിടെ കാണുന്ന എല്ലാ മണലും രാത്രി കാലങ്ങളിൽ അർദ്ധരാത്രി വരെ എടുത്തുകൊണ്ടുപോകാണ്. മറ്റൊരു പ്രശ്നം, ഇവരെടുത്തു കൊണ്ടുപോകുന്ന ഇതൊക്കെ സർക്കാർ മോണിറ്റർ ചെയ്യുന്നത് പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ്. കാരണം ഇവർ അർദ്ധരാത്രിയിലോ പകലോ ഒന്നും തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ബന്ധപ്പെട്ട അധികാരികളുടെ വകുപ്പിൽ നിന്നോ നമ്മുടെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അവരൊന്നും തന്നെ ഈ പ്രദേശത്ത് വന്ന് നിൽക്കുന്നേ ഇല്ല. നിൽക്കുന്നുണ്ടെങ്കിൽ എത്ര ആളുകൾ ഏതെല്ലാം ദിവസം വന്ന് നിന്നുള്ളതിന് നമുക്ക് മൊബൈൽ ടവറിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അവർ പറയട്ടെ ഞങ്ങൾ ഇന്ന് വന്നു നിന്നില്ല. ഇവരെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ബ്ലാങ്ക് പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അപ്പം ആ പേപ്പറിൽ ഇവർക്ക് മണ്ണ് കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും പോലീസുകാരുടെ വഴിയിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കുക, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് കൊണ്ടുപോയാണ്. ഈ മണ്ണുകൾ അധികം പോയിട്ടുള്ളത് കണ്ണൂരും കാസർഗോഡും പോലെയുള്ള പയ്യന്നൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള വലിയൊരു കേന്ദ്രങ്ങളിലേക്കാണ് മണ്ണ് കൊണ്ടുപോയത്. ഇത് ഇങ്ങനെ മണ്ണ് ഡ്രഡ്ജ് ചെയ്യാൻ, ചളി ഡ്രഡ്ജ് ചെയ്യുന്നുള്ള വ്യാജേന മെല്ലെ മെല്ലെ നീങ്ങി പൂർണ്ണമായും മണ്ണെടുക്കാൻ തുടങ്ങിയ സമയത്ത് ജനങ്ങൾ ഇവരൊക്കെ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇതിന്റെ ഒരു എഫക്റ്റ് ആ കരയിലൊക്കെ വന്ന് ചേർന്നപ്പോൾ ഈ പ്രതിഷേധം തുടങ്ങിയപ്പോൾ പോലീസുകാർ വന്നു. പോലീസ് വൻ പടയോടുകൂടി പോലീസുകാർ വന്നിട്ട് ഇവരോട് പറഞ്ഞു, ഇത് കോടതി വിധിയുണ്ട്, ഇവർക്ക് മണ്ണെടുത്തു കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ കോടതി വിധി എന്ന് പറയുന്നത് റൈറ്റ് പെറ്റീഷൻ കൊടുത്തതാണ്. ഏതൊരാൾക്കും കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചു, ഹൈക്കോടതി പോയിട്ട് വാങ്ങിച്ച ഒരു സാധനം. അതിൽ ലളിതമായിട്ട് പറയുന്നത് പറഞ്ഞാൽ, ഇവിടെ ഡ്രഡ്ജിങ് നടക്കാൻ ഒരു പദ്ധതി ഉണ്ട്, സർക്കാർ അനുവദിച്ച പദ്ധതിയുണ്ട്. ആ ഡ്രഡ്ജിങ് നടത്തിയിട്ട് അവിടുന്ന് ചളി കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കാതിരിക്കാൻ വേണ്ടി, അത് സുഗമമായി ചളി നീക്കം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് കോടതി സമീപിച്ചത്. കോടതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് കമ്മീഷണർ, ഡിസ്ട്രിക്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, കൊയിലാണ്ടി പോലീസിലെ സ്റ്റേഷൻ ഓഫീസർ, എലത്തൂർ പോലീസിലെ സ്റ്റേഷൻ ഓഫീസർ, ഇവരൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് എലത്തൂർ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇതിന്റെ പ്രധാനമായിട്ട് ഇവിടെ വന്ന് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി. അപ്പൊ ജനങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും ജയിലിൽ പോകേണ്ടി വരും, നിങ്ങളെ പേരിൽ വലിയ കേസ് വരും, ഇത് കോടതി വിധിയുടെ ഭാഗമായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനങ്ങൾ കുറച്ചു കാലം തെറ്റിദ്ധരിച്ചു ഹൈക്കോടതി ഈ മണ്ണെടുത്ത് കൊണ്ടുപോകാൻ സർക്കാർ വെച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഹൈക്കോടതി അനുവാദം കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലാണ് നമ്മളെ വിശ്വാസമുള്ളത്. ആ ഭരണഘടനയിൽ നിന്നുകൊണ്ട് ഒരു ഹൈക്കോടതി വിധി കൊടുത്തിരിക്കുകയാണ് ഈ മണ്ണെടുത്ത് കൊണ്ടുപോകാൻ എന്നുള്ള ധാരണയിലാണ് സാമാന്യ ജനങ്ങൾ ഇതിനെ തുടക്കത്തിൽ ഒന്നും ചെയ്യാതെ അവർ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുക. കാരണം ഇതൊരു വലിയ വിപത്താണെന്ന് അവർ അറിഞ്ഞിട്ട് പോലും അവരെ ഭീഷണിപ്പെടുത്തി അവരെ ജയിലിലടക്കുമെന്ന് പറഞ്ഞ് ചവിട്ടിക്കൂട്ടി മണ്ണിൽ താഴ്ത്തുന്ന വരെ ഇവിടെയുള്ള CI, ഇവിടെയുള്ള സാധാരണ പ്രവർത്തകരെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിൽ കയറിയിട്ട് അർദ്ധരാത്രിയാണെങ്കിൽ വീട്ടിൽ കയറി നിങ്ങളെല്ലാവരും ഞാൻ പിടിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ നിത്യജീവിതത്തിൽ കടലിൽ പോയിട്ട് മത്സ്യം പിടിക്കുന്ന സാധാരണ മനുഷ്യർ താമസിക്കുന്ന ആളുകൾക്ക് അവരെങ്ങനെയാണ് ഒറ്റക്കൊറ്റക്ക് കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് ഇതിനെതിരെ സമരം ചെയ്യുക? ഇതൊരു വലിയ കൊള്ളയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ഒന്നടങ്കം ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ സംഘടിക്കാൻ സാധിച്ചത്. ഇവിടെയാണ് മത്സ്യം പ്രജനനം നടക്കുന്നതും വലിയ തോതിൽ ഈ കടലിന് മത്സ്യ കുഞ്ഞുങ്ങളെ സംഭാവന ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കണ്ടൽക്കാടുകൾ, അതേമാതിരി തന്നെ അടുപ്പും വള്ളികൾ, ഇങ്ങനെ പോലുള്ള സംരക്ഷിക്കപ്പെടേണ്ട സസ്യങ്ങൾ വളർന്നു നിൽക്കുന്ന അതിനെയൊക്കെ തന്നെ ഈ മണൽക്കൊള്ളേൻ്റെ ഭാഗമായിട്ട് വ്യാപകമായിട്ട് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. തീരത്ത് ദേശാടന പക്ഷികളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ തീരം. അതുമൊക്കെ തന്നെ ഈ തീരം നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മളെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥനെ വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. ഇതിനെ തകിടം മറിക്കാൻ ഈ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ നാടിനെ സംരക്ഷിക്കേണ്ട സേവകരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും ഈ കൂട്ടുകച്ചവടത്തിന് കൂട്ടുനിൽക്കുന്നത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങളെ കമ്മിറ്റി എന്ന നിലയ്ക്ക് ഉള്ളത്. കമ്മിറ്റി എന്ത് തന്നെയായാലും ഞങ്ങളെ ഇവിടുത്തെ ആളുകളെ മുഴുവൻ ഞങ്ങളെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ
ഞങ്ങളെ ജീവൻ കൊടുത്തും ഈ തീരത്തെ സംരക്ഷിക്കും. ഈ തീരത്ത് നിന്ന് ഒരു തരി മണ്ണ് പോലും ഇനി ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അനുവദിക്കൂല എന്ന് ശക്തമായി തന്നെ പറയാണ്. ശക്തമായ സമരങ്ങളിലേക്ക് എല്ലാവരും തന്നെ തയ്യാറാകുകയാണ്. ഇവിടുത്തെ പള്ളി കമ്മിറ്റികൾ, അമ്പല കമ്മിറ്റികൾ ഇവർ ആഹ്വാനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നാട്ടുകാർ ആഹ്വാനം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ മർദ്ദന മുറകൾ ഉപയോഗിച്ചപ്പം പോലീസ് പേടിപ്പിക്കുകയാണ്. ഏത് പേടീനെ ഞങ്ങൾ എന്താക്കാൻ നിർണ്ണിക്കുന്നെങ്കിൽ ഞങ്ങളെ ജീവൻ കൊടുത്തോ അതിജീവിക്കുന്നതാണ് പറയാൻ. ഇവിടെ ഇതിപ്പം ഇവിടുന്ന് കപ്പൽ വന്ന് മണലൂറ്റി കൊണ്ടുപോകുമ്പോൾ ആ ഭാഗത്തുള്ള ഭിത്തികളൊക്കെ ഇടിഞ്ഞു പോകുന്നു, റോഡ് ഇടിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം വീടുകളൊക്കെ വിള്ളൽ വീഴുന്നുണ്ട്, തറേൻ്റെ ഒക്കെ ഇളക്കം തട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് മണ്ണ് ഊറ്റുന്നതിനനുസരിച്ച് അവിടെയാണ് കേടുപാടുകൾ വരുന്നത്. അവിടെ തീരെ ഇപ്പം കടലിൻ്റെ മണ്ണോ ഒന്നുമില്ല. ഞങ്ങൾ അപ്പുറത്തുനിന്ന് അഴിമുഖത്തേക്ക് നോക്കുമ്പം തന്നെ ഇവിടെ മല പോലെ, ഞാൻ എൻ്റെ മക്കളെയും കൂട്ടിയിട്ട് കളിക്കാൻ വരുത്തുന്നുണ്ട്. ഇവിടെ മല പോലെ കൂട്ടിയിട്ട സംഭവമൊക്കെ ഇപ്പം നിങ്ങൾ നോക്ക്, ഒരു തരി പൂഴി പോലും കാണുന്നില്ല. കിണറൊക്കെ വറ്റി. കണ്ണങ്കടവ് തീരദേശത്തുള്ള എല്ലാ കിണറും വറ്റി. ഉള്ളിടത്ത് തന്നെ നല്ല കട്ടിയായിട്ടുള്ള ഉപ്പുവെള്ളമാണ്. ഇന്നലെ കലക്ടർ ചോദിച്ചിന് സർക്കാർ പറയും പോലെ ജനങ്ങൾ കേൾക്കേണ്ടത്. ജനങ്ങൾ പറയും പോലെയാണ് സർക്കാർ കേൾക്കേണ്ടത്. ജനങ്ങൾ ഉണ്ടാക്കുന്നതാണ് സർക്കാരുകളാണ്. ഇപ്പം ഞാനായാലും 15 വർഷം മെമ്പറായത് എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തോണ്ടല്ലേ. ഞാനൊരു സുപ്രഭാതത്തിൽ ഞാൻ മെമ്പറാന്ന് പറഞ്ഞിട്ട് പോയി നിന്നല്ലോ. ഇത് പോയി ഇതിൻ്റെ ഡബിൾ കരയണം ഇത്രയും 2-3 നാളെ ഏകരത്തിൽ. എന്നിട്ട് നമ്മളിങ്ങനെ ചാടി വന്നിട്ട് ഇങ്ങനെ താഴോട്ട് ഉള്ളല അത്രയും ഏകരത്തിലും പോയുള്ളു. അതെല്ലാം പോയി കൊണ്ടുപോയി. ഇപ്പോൾ അതായത് ഇതിൽ മണലില്ലാണ്ട് ഇത് കേട്ടോ വെള്ളമായി ഫുള്ള് വെള്ളമായി കിടക്കുക. കപ്പൽ മണ്ണെടുക്കുന്ന കപ്പലിൻ്റെ ഒറ്റ വേറെ ഒരു മീനും ഇല്ല. മറ്റേ ഏട്ടയും ചെമ്മീനും അതും ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം ഇതിൻ്റെ ഒറ്റ പോയിക്കാളുക. ഇവിടുന്ന് ഒരു തരി മണ്ണ് കൊണ്ടാണെങ്കിൽ ഇവിടുത്തെ ഈ 2 കരയുള്ള ഫുള്ള് മത്സ്യത്തൊഴിലാളെ കൊന്നതിന് ശേഷം മാത്രം ഇവിടുന്ന് ഒരു തരി മണ്ണ് കൊണ്ടുപോകും. ഇനി എന്ത് സർക്കാരെല്ലാം പോലീസ് പട്ടാളം ഇറങ്ങിയാലും മത്സ്യത്തൊഴിലാളി ഡ്രഡ്ജിങ് കൊണ്ട് ഒരാഴും കൂട്ടി ഡ്രഡ്ജ് കൊണ്ട് ഇവർ ആഴം കൂട്ടാൻ ഡ്രഡ്ജിങ് വെള്ളത്തിൽ നടത്തിയിട്ടില്ല ഇതുവരെ. ഇവരിപ്പോഴും ഡ്രഡ്ജിങ് നടത്തുന്ന കരയിലാണ്. ഈ പൂഴിയാണ് ഇവിടെ എടുക്കുന്നത്. കാരണം അവിടെ ചെളി എടുക്കാനുള്ള അനുമതിയാണ് ഇവർ കോടതി വിധി എന്ന് വാങ്ങിയെന്ന് പറയണവർ. ചെളി എടുത്ത് ആഴം കൂട്ടാനുള്ളത്. പക്ഷേ ഈ ചെളി നടത്താൻ നിങ്ങൾ ഇവിടെ ഈ തന്നെ എടുത്ത് നോക്കി, ഇവിടെ ഒരു ചെളി കാണുന്നുണ്ട് നിങ്ങൾ, ചെളിയില്ല. ഫുള്ള് ഇവിടെ കരയുടെ മണ്ണാണ്. ഈ അഴിയാണിത്, ഇതാണ് അഴി. ഈ മണൽ കൂട്ടിയുടെ സ്ഥലം നോക്കി. ഈ അവിടെ ആഴം വെപ്പിക്കാൻ വേണ്ടി ഈ കരയുടെ മണ്ണെടുക്കേണ്ട കാര്യമില്ലല്ലോ. സമരം എന്ന് വെച്ചാൽ തികച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ സമരത്തിന് നിൽക്കുന്നത്. അപ്പം ഇവരെ വികസന വിരോധികൾ എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് അറിയില്ല. പിന്നെ ഒന്നാമതായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഫുൾ വെള്ളമായിരുന്നു. ഇവിടെ നല്ല കഴയുള്ള നല്ല പുഴയായിരുന്നു. ഇതിൻ്റെ കര വന്നുകൊണ്ടിരുന്നത് അപ്പുറത്തെ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നാളെ ഒരു ദിവസം ഇതേപോലെ തന്നെ ഇന്ന് ഈ മണ്ണ് ഇവിടെ കൂട്ടിയിട്ടതുപോലെ തന്നെ ഈ കര എന്ത് ചെയ്യും, ഈ കര പിന്നെയും കടൽ തന്നെ തിരിച്ചങ്ങോട്ട് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളൊരു കാര്യമാണ്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവിടെയുള്ള ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. പിന്നെ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഇതിന് മുന്നേ ഉള്ള ഒരു സമയത്ത്, അതായത് ഇവിടെ വെള്ളം ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്ന 1-2 വീടുകളിലൊക്കെ തന്നെ നല്ല മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെള്ളം കയറുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ തൊട്ടടുത്ത് ഈ മണ്ണ് കരയുടെ അപ്പുറത്ത് തന്നെ കാണുന്ന വീടുകളിലൊക്കെ. പക്ഷേ ഈ മണ്ണ് ഇവിടെ വന്നതിന് ശേഷം അങ്ങോട്ട് വെള്ളം കയറാതെ അവിടെ അവർ സുരക്ഷിതമാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഇവർ ഇനി ഈ മണ്ണ് തികച്ചും അശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിൽ മണ്ണെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് കടൽ നേരെ അങ്ങോട്ട് അടിക്കുകയും അത് അവരുടെ ജീവനാണ് അവർ ബാധിക്കുന്നത്. ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ നടന്നിട്ട് ഇവിടുത്തെ MLA ആയിട്ടുള്ള ശശീന്ദ്രൻ സർ ഇത്രയും കാലമായിട്ട് ഇവിടെ വരെ വന്ന് അന്വേഷിക്കാനോ ഇതിനെതിരെ ഒരു നടപടി എടുക്കാനോ അവർ തയ്യാറായിട്ടില്ല. പിന്നെ നമുക്കറിയാം ഇവിടെ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എത്ര വണ്ടിയുള്ളൂ, ഒരാൾ വണ്ടിയിൽ ഹെൽമെറ്റ് വെക്കാതെ പോയി കഴിഞ്ഞാൽ അത് തടയാനായിട്ട് ഇവിടുത്തെ പോലീസുകാർക്ക് കഴിയുന്നുണ്ട്. പക്ഷെ ഇത്രയും കണക്കിന് ലോറിയിൽ മണൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഒരു പോലീസുകാർ പോലും ഇതുവരെ വരാനോ അത് തടയാനോ നിന്നിട്ടില്ല. മണൽ ലോറിയിൽ കടത്തിക്കൊണ്ടു പോകുന്നത് ഏത് നിയമത്തിലാണ് ശരിയായിട്ടുള്ളതെന്ന് അറിയില്ല. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പുഴയിൽ നിന്ന് ചളി എടുക്കുക, ചളി എടുത്തിട്ട് ചളി ഇവിടെ തന്നെയാണ് ഇവർ ഇടുന്നത്. ചളി എടുത്തിട്ട് ഇവർ മാറ്റുന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വേണ്ടി ഇവർ കൊണ്ടുപോയി ഇടാൻ, അത് ഇവർ ചെയ്യുന്നില്ല.
ചെയ്യുന്നില്ല. പകരം ഇവിടെയുള്ള നല്ല മണൽ ഇവിടുന്ന് കൊണ്ടുപോവുക, എന്നിട്ട് ചളി ആ സ്ഥലത്ത് കൊണ്ടുപോയിടായിരുന്നു. നിങ്ങളിവിടെ പല സ്ഥലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അവർ കുഴിച്ചിട്ട് അവിടെ തന്നെ ചളി നിക്ഷേപിച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഒരു ദിവസം കടൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ചളി തന്നെയല്ലേ തിരിച്ച് ആ ഡ്രഡ്ജ് ചെയ്ത് കുറേ കാശ് മുടക്കിയിട്ട് ഈ ചളി മുഴുവൻ ഇവിടുന്ന് തന്നെ എടുത്ത് ഇവിടെ തന്നെ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്നിട്ട് കടൽ പിന്നെയും വരുന്ന സമയത്ത് കടൽ അതേ ചളി തന്നെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകല്ലേ ചെയ്യുന്നത്. പക്ഷേ ഈ മണ്ണാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. പക്ഷെ അത് ഇവിടുന്ന് കൊണ്ടുപോകാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷെ അവരും ചളി കൂട്ടുന്ന വെച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ടാണ് ചളിയുള്ളത്. ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് തടസ്സമായിട്ട് അവിടെ ചളിയുണ്ട്, പക്ഷെ അത് അവർ തൊട്ടിട്ടില്ല. അവർ ഈ കര കണ്ടില്ലേ, ഇവിടെ നിന്നാണ് ഈ കരയിൽ നിന്നാണ് അവർ മനോഹരിക്കുന്നത്. അപ്പം നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അത് ഇവിടുന്ന് സമ്മതിക്കില്ല കൊണ്ടുപോകാൻ, ഒരിക്കലും കൊണ്ടുപോകില്ല. പിന്നെ പോലീസുകാർ പ്രത്യേകം പറഞ്ഞു, അവർ നമ്മളെ ഒരുപാട് ഉപദ്രവിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ മുൻ ഫസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ടീം ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരെ തടഞ്ഞിട്ട് അപ്പം തന്നെ അവർ പോലീസ് വന്നു. പോലീസ് ഇവിടുത്തെ ആൾക്കാരെ ഞെട്ടിച്ചിട്ട് ഞങ്ങളെ അടിൻ്റെ വരെ തെറ്റി. 16 പേരിൽ കേസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള മുകളിൽ നിന്നുള്ള അധികാരം ഉണ്ടെന്നാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്താ ഉണ്ടാവാം എന്നുള്ളതിലാണ് പിന്നെ ഞങ്ങൾ പിൻവലിഞ്ഞ്. പിന്നെ ഇവർ മണൽ ഈ പുഴ തൂർത്തിട്ട് വലിയ വണ്ടിയില്ലേ അതിൽ വന്നിട്ട് മണൽ കൊണ്ടുപോകാന്നുള്ളതിൽ വന്നപ്പോഴാണ് ജനങ്ങളൊക്കെ ഒത്തിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒത്തിയിട്ട് ഇപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. എലത്തൂരിൻ്റെ മനോഹരമായ ഈ കടൽ തീരത്ത് ഡ്രഡ്ജിങ്ങിൻ്റെ പേരിൽ കഴിഞ്ഞ 6 മാസമായി നടക്കുന്നത് മണൽക്കൊള്ളയാണെന്നാണ് നാട്ടുകാരുടെ പക്ഷം. തീരദേശത്തിൻ്റെ സംരക്ഷണ ഭിത്തിയായി മണൽത്തിട്ട കഴിഞ്ഞ 6 മാസമായി എടുത്തുകൊണ്ട് പോകുന്നത് ഇവിടുത്തെ ആവാസ വ്യവസ്ഥക്കും ജനജീവിതത്തെയും ആകെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നായി പ്രദേശവാസികൾ കണക്കാക്കുന്നു. ഇനി ഒരിറ്റ് മണൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്നാണ് സമരസമിതിയുടെ തീരുമാനം. വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായത് ചെയ്യാമെന്ന ജില്ലാ കളക്ടറുടെ ഉറപ്പ് എത്രത്തോളം പാലിക്കപ്പെടുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.